അടുത്ത് ഇത് പാരൻസ് ഒന്ന് പറയുമ്പോഴേ ഒരു പാരൻ്റ് ഒരു പേഷ്യൻ്റ് ഉണ്ട് ആ കുട്ടീൻ്റെ പാരൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് മടുത്തു പോയി, അവർക്ക് ജീവിതം തന്നെ മടുത്ത്, അവരുടെ തെറ്റുകൊണ്ടാണ് അവരുടെ കുട്ടിക്ക് ഇങ്ങനെ വന്നത്. അതല്ലെങ്കിൽ എന്തിനാ പഠിച്ചോന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടീനെ തന്നെ എന്നെ കഷ്ടപ്പെടുത്താനാണോ, അല്ലെങ്കിൽ ഇത് ഇത്രയും എനിക്ക് നിരക്കുന്നത് കാണാൻ വയ്യ. ആ കുട്ടി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ ഫിസിയോ കൊടുക്കുമ്പോൾ ആ കുട്ടി അത്രയും കരഞ്ഞിട്ടാണ്, അത്രയും കാര്യം ഓരോരോ എക്സസൈസ് കൊടുക്കുമ്പോൾ ആ കുട്ടി കാര്യം. എന്നിട്ട് ആ ഒരു ടൈമിൽ ഏതൊരു ഉമ്മയാണെങ്കിലും ഒരു കുട്ടി കരയുന്ന കണ്ടാൽ സങ്കടം വരും. അപ്പം മനസ്സത്രയും കല്ലാക്കിയിട്ടാണ് ആ പാരൻ്റ് നമ്മളെ കൂടെ ഇരിക്കണം. എന്നിട്ട് ഈ ഫിസിയോ ചെയ്ത് പോയിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ആ കുട്ടി എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ചില വീട്ടിലൊക്കെ മാതൃലോസിന് ഭയങ്കര നിർബന്ധമാണ് മരുമക്കൾ പ്രോഗ്രാമിന് പോകണം അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം, എത്ര തന്നെ നിങ്ങൾ പോകണം എന്നല്ല. ഒരുപക്ഷെ അവരുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി. പക്ഷേ അത് ചെല്ലുമ്പോണ്ടല്ല അവിടെയുള്ള കുറച്ച് ആൾക്കാർക്കുണ്ട് അവിടെ ഒരു വ്യൂവിൽ ഇത് കുട്ടി നന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടി നടക്കുമായിരുന്നു അല്ലേ, നമുക്ക് പിടിച്ച് നടത്താമായിരുന്നു. ഇത് കേൾക്കുമ്പോണ്ടല്ല ആ അമ്മയുടെ മാനസികാവസ്ഥ ഒരാളും ചിന്തിച്ചിട്ടില്ല. അവരിത് പറയുമ്പോഴേ അവർക്ക് തുറന്ന് പറയാൻ വേറൊരാളില്ലാഞ്ഞിട്ട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് ശരിക്കും ഫീൽ. അപ്പം ഞാൻ ആലോചിച്ചും ചെയ്ത് ഈ ആൾക്കാരൊക്കെ പറയല്ലേ ആരാൻ്റെ നമുക്ക് പ്രാന്തായ കാണാൻ നല്ല ചേലാന്ന്, അതേ കണ്ടീഷൻ. ഞാൻ അപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞു ഈ കേൾക്കുന്നത് ഒരു ചെവി കൂടെ കെട്ട് മറ്റേ ചെവി കൂടെ വിടുക, ഈ അതൊരിക്കലും സീരിയസ് ആക്കി എടുക്കരുത്. സീരിയസ് ആക്കി എടുത്താൽ നിനക്ക് നിൻ്റെ കുട്ടീൻ്റെ കൂട്ടത്തിലുള്ള നല്ല ലൈഫ് സ്പോയിലായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അത് എടുക്കരുത്, ഈ അത് ചെവി കൂടെ എടുക്കുകയേ ചെയ്യരുത്. നീ നിൻ്റെ ഹസ്ബൻഡിനെ കാര്യം നിനക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ ഹസ്ബൻഡാണ്, വേറെ ഒരാൾ നിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുന്ന എക്സസൈസ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഉമ്മ പറയണേ ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്കായി മൈൻഡ്, കുട്ടിക്ക് ഇവിടുന്ന് എന്താ കൊടുത്തെന്ന് എനിക്ക് വീട്ടിൽ പോയി ചെയ്യിക്കാൻ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ആ പാരൻറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏത് സിറ്റുവേഷനിലാണ് ആ പാരൻറ്റ് കിടക്കണം. അവർക്ക് സൂസൈഡ് ചെയ്യാൻ വരെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം കുട്ടിയാണ്, അതിനൊന്നും നമ്മളെ ചോരയിൽ ജനിച്ചാണ്. ആ ഉമ്മയും ഉപ്പയും അനുഭവിച്ച മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഉമ്മ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്താണ്, അത്രയൊന്നും ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും ഇല്ലാത്ത ടെൻഷൻ അല്ലെങ്കിൽ വേജാറ് എന്തിനാ നാട്ടുകാർക്ക്? ഞാൻ പലപ്പോഴും ആലോചിക്കാനുള്ള ഒരു കാര്യമാണ് ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാണ്. ഇത്ര ഇഞ്ചിഞ്ചായിട്ടൊരു വ്യക്തിനെ കൊല്ലാനും ജനങ്ങൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പറ്റും. എന്നാൽ ഈ സൊസൈറ്റിക്ക് മാറല് ഒരു കുട്ടീനെയും കൊണ്ട് നടക്കുമ്പോൾ മീൻസ് ഒരു കുട്ടീനെയും കൊണ്ട് ഒരു പാരൻ്റ് ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടീനെയും കൊണ്ട് ഒരു പാരൻറ്റ് സൊസൈറ്റിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആ പാരൻറ്റ് എന്താ പറയുക ഇത്രയും സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ പാരൻറ്റ് മെൻ്റലി സ്ട്രോങ് ആയി വരുമ്പോൾ തളർത്താൻ 4 ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ, നമുക്ക് സങ്കടമായി പോകും. വേറെ നിവൃത്തിയില്ല, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര നമ്മളവിടെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ സൊസൈറ്റിയിൽ ഇതിങ്ങനെ വരുമ്പോഴല്ലോ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ അല്ലെങ്കിൽ ചിന്തിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ഇത് നമ്മളെ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ മക്കൾക്കായിരുന്നു നമ്മളെ കൊണ്ട് താങ്ങൂലല്ലോ എന്നുള്ളൊരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.